إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അള്ളാഹുവിൻ്റെ അടിമകളായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ യുംനിൽ മർഅ തൈസീറ ഖിത്ബതിഹാ വസദാഖിഹാ. ഒരു സ്ത്രീയുടെ ബറക്കത്തിൽപ്പെട്ടതാണ്, അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അവളെ വിവാഹം ആലോചിക്കുന്നതും എളുപ്പമായിരിക്കും, അവളുടെ മഹറും വളരെ ലളിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ ലളിതമായ വിവാഹ ചടങ്ങിനാണ് ബറക്കത്തുള്ളത്. വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്: ഒന്ന് വിവാഹം ആലോചിക്കൽ, രണ്ട് മഹർ. അതുപോലും എത്രമാത്രം എളുപ്പമാകുന്നുവോ അത്രമാത്രം ആ വിവാഹത്തിലും ആ ഇണയിലും ബറക്കത്തുണ്ടാകും. എന്നാൽ അതെത്രമാത്രം കടുത്തതായിത്തീരുന്നുവോ അപ്പോൾ അതിൽ ബറക്കത്ത് ഇല്ലാതെയായിത്തീരും. മുസ്ലിം ഉമ്മത്ത് അവഗണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ അറിയാതെ പോയിട്ടുള്ള ഒരു കാര്യമാണിത്. പല ആളുകളുടെയും വിചാരം എത്രമാത്രം ദൂർത്തടിക്കുന്നുവോ അപ്പോഴാണ് സമൂഹത്തിൽ തനിക്ക് നിലയും വിലയും. വിവാഹവും, തൻ്റെ മകളുടെ വിവാഹം, തൻ്റെ മകൻ്റെ വിവാഹം, ആ വിവാഹ പാർട്ടിയൊക്കെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ദൂർത്തടിക്കണം, പൊങ്ങച്ചം കാണിക്കണം. അത് പെണ്ണ് കാണുന്നത് മുതൽക്ക് തുടങ്ങും. ഒരു പെണ്ണ് കാണാൻ പോകുന്നത് പോലും എന്തൊക്കെ ആചാരങ്ങളാണ് ആളുകൾ കടത്തിക്കൂട്ടിയിട്ടുള്ളത്, എത്രയെത്ര ചെലവുകളാണ് അതിനുള്ളത്. വിവാഹ നിശ്ചയം, പിന്നെ വിവാഹ പാർട്ടി. ഇസ്ലാമിലെ വലീമ എന്ന് പറയുന്നത് അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള മാമാങ്കങ്ങളും സമ്മേളനങ്ങളുമാണ് യഥാർത്ഥത്തിൽ വിവാഹ പാർട്ടികൾ. അതേപോലെ തന്നെ വിവാഹത്തിന് വരൻ വരുന്നത് അന്നും അതിൻ്റെ തലേ ദിവസവുമുള്ള ഒട്ടനവധി പേരുകളിലുള്ള കല്യാണങ്ങൾ, ചടങ്ങുകൾ, ഒരുപാട് ദൂർത്തടിക്കൽ, അതിനുശേഷമുള്ള സൽക്കാരങ്ങൾ, അത് പിന്നീട് വിവാഹ വാർഷികത്തിലേക്ക് വരെ എത്തി മരണം വരെ ഒരാളെ പിന്തുടരുന്നു. ശ്രദ്ധിക്കുക, ഇസ്ലാം പഠിപ്പിക്കുന്ന സകല മര്യാദകൾക്കും എതിരായ കാര്യങ്ങളാണത്. ഏറ്റവും അടിസ്ഥാന വിഷയങ്ങളിൽ പോലും ഏറ്റവും തൈസീറാണ് ബറക്കത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയങ്ങളിലെല്ലാമുള്ള അനാചാരങ്ങളെ, അത്യാചാരങ്ങളെ, ആർഭാടങ്ങളെ, ധൂർത്തുകളെ നമ്മൾ കരുതിയിരിക്കണം. ഇല്ല എങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവുകയില്ല. പലരും വലിയ വലിയ പലിശയിൽ അകപ്പെട്ടു പോകുന്നു ഈ നിലക്കുള്ള ധൂർത്ത് കാണിക്കാൻ വേണ്ടി. വരന്മാരും വധുവിൻ്റെ രക്ഷിതാക്കളും അതേപോലെ തന്നെ എത്രയെത്ര വിവാഹങ്ങളാണ് വിവാഹ ദിവസം തന്നെയാണ് വേർപിരിയുന്നത്. എന്തുകൊണ്ട്? വിവാഹ ദിവസങ്ങളിലെ തോന്നിവാസങ്ങൾ കാരണമായി ത്വലാഖ് സംഭവിക്കുന്ന, അതല്ലെങ്കിൽ ആ വിവാഹ ബന്ധം തന്നെ വേർപെട്ടു പോകുന്ന അവസ്ഥകൾ. അതിനുശേഷമുള്ള വൈവാഹിക ജീവിതത്തിലും ഒരു ഖൈറും ഒരു ബറക്കത്തുമില്ലാത്ത അവസ്ഥ. വിവാഹത്തിൻ്റെ മഖ്സദ് എന്താണ് എന്ന് പോലും ആളുകൾ മറന്നുപോയിരിക്കുന്നു.
വിവാഹത്തിൻ്റെ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ സമാധാനത്തോടു കൂടിയുള്ള ഒരു വിവാഹ ജീവിതം ഉണ്ടാകണം. അവിടെ പ്രേമവും കാരുണ്യവും സ്നേഹവും ഉണ്ടാകണം. ഇതാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല പെരുമാറ്റം ഇണകളോട് കാണിക്കണം. ഭർത്താവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണം. എന്നാൽ ഇതൊന്നും വിവാഹത്തിൻ്റെ ലക്ഷ്യമല്ല. വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ സദ്യ വേണം, ഒരുപാട് ഐറ്റം വേണം, ഒരുപാട് ആളുകൾ പങ്കെടുക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് സൽക്കാരങ്ങൾ വേണം. ഇങ്ങനെ മാമൂലുകളാണ് വിവാഹം എന്ന് ധരിക്കുകയും അതിനപ്പുറത്ത് ഇസ്ലാം പറഞ്ഞ ലക്ഷ്യങ്ങളില്ല. ഒരുപാട് വീടുകളിൽ സമാധാനമില്ല, ശാന്തിയില്ല. എത്രയെത്ര ത്വലാഖുകളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മതബോധത്തിന് യാതൊരു പ്രസക്തിയും നൽകുന്നില്ല. വരനും വധുവിനും മതബോധമുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. പ്രവാചകന്റെ കൽപ്പനകളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ മര്യാദകളെ കാറ്റിൽ പറത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല. എല്ലാ നിലക്കും കുത്തഴിഞ്ഞ രൂപത്തിലുള്ള വിവാഹ രീതികളാണ് കാണുന്നത്. അതൊരിക്കലും ആശാസ്യമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരം വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ മര്യാദകളെ, പ്രവാചകൻ്റെ സുന്നത്തുകളെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വിവാഹം കഴിക്കേണ്ടത്, വിവാഹം നടത്തി കൊടുക്കേണ്ടത്, വിവാഹത്തിൻ്റെ വലീമത്തുകൾ സംഘടിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിൻ്റെ വലിയ ലക്ഷ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വയദഉ അൻഹും ഇസ്റഹും വൽഅഗ്ലാല അല്ലതി കാനത് അലൈഹിം. നിങ്ങളുടെ മേലുള്ള ചങ്ങലക്കെട്ടുകളെയും ഭാരങ്ങളെയും അഴിച്ചു വെക്കാനാണ് പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. പൗരോഹിത്യവും സമൂഹവും നാട്ടുകാരും അടിച്ചേൽപ്പിച്ച ഒരുപാട് ദുരാചാരങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. മനുഷ്യനെ പരാജയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, അവനെ നിന്ദ്യനാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അത്തരത്തിലുള്ള മോശമായ അവസ്ഥകളിൽ നിന്നെല്ലാം മാറ്റി ഏറ്റവും സ്വച്ഛമായ, ശുദ്ധമായ, ലളിതമായ സംസ്കാരത്തിലേക്ക്, മര്യാദയിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. എന്നാൽ ആളുകൾ ആ പ്രവാചകനെ മാറ്റിവെച്ച്, അത് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്തവരല്ല, ഖുർആനിൽ വിശ്വസിക്കാത്തവരല്ല, പരലോകത്തിൽ വിശ്വസിക്കാത്തവരല്ല, മറിച്ച് പരലോകത്തിൽ വിശ്വസിക്കുന്ന, ഖുർആനിൽ വിശ്വസിക്കുന്ന, പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഖുർആനിൻ്റെയും പ്രവാചകന്റെയും ചര്യകളെ മാറ്റിവെച്ച് പിശാചുക്കളുടെ കാൽപാദങ്ങളെ പിൻപറ്റുന്നത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദൂർത്തടിക്കുന്ന ആളുകളും പൊങ്ങച്ചക്കാരും സുന്നത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാം തന്നെ പിശാചിൻ്റെ കൂട്ടുകാരാകുന്നു. പിശാചു മനുഷ്യനെ വഞ്ചിച്ച് കളയുന്നവനുമാകുന്നു. പിശാചിൻ്റെ വഞ്ചനയിലാണ് ആളുകളുള്ളത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ ഓതിക്കൊടുക്കുന്നതിനെയാണ് അവർ പിന്തുടരുന്നത്. വിവാഹത്തിൻ്റെ വിഷയത്തിലാകട്ടെ, മറ്റു സൽക്കാരങ്ങളുടെ വിഷയത്തിലാകട്ടെ ഖുർആനും സുന്നത്തും അവർ ശ്രദ്ധിക്കുന്നില്ല. ഉന്നതനായ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകളെ അവർ പിൻപറ്റുന്നില്ല. എന്തിനേറെ വീട്ടിലുള്ള കാരണവന്മാരായ അൽ ബറക്കത്തു മഅ അകാബിരിക്കും, ബറക്കത്ത് എന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്ന പക്വതയുള്ള ആളുകളുടെ കൂടെയാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്നാൽ പക്വതയുള്ള കാരണവന്മാരെ മാറ്റി നിർത്തി, തലമുതിർന്ന വിവേകമുള്ള ആളുകളെ മാറ്റി നിർത്തി, തൻ്റെ കൂട്ടുകാർ പറയുന്നതിനനുസരിച്ച്, നാട്ടുകാർ പറയുന്നതിനനുസരിച്ച്, സിനിമകളിലും മറ്റും കാണുന്നതിനനുസരിച്ച് വിവാഹ പാർട്ടികളും വിവാഹവും സംഘടിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിന് തന്നെ വലിയ ശല്യമായി തീരുകയും ഇസ്ലാമിന് തന്നെ പേരുദോഷമുണ്ടാക്കുന്ന ആളുകളായി മാറുകയും, മാന്യന്മാരായ ആളുകൾക്ക് പോകട്ടെ, മനുഷ്യന്മാർക്ക് പോലും പിന്തുടരാൻ പാടില്ലാത്ത ആചാരങ്ങൾ അത്തരം മേഖലകളിൽ അവർ കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ മുസ്ലിമീങ്ങൾ ഉണരുകയും സുന്നത്തിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ ഇഹത്തിലും പരത്തിലും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ, വിവാഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്.
ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ الزايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.